ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ നമ്മൾ ട്രെൻഡ്സ് ഇൻ ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പ്രീ റിഫോം പീരീഡ് എന്നും അതുപോലെ തന്നെ പോസ്റ്റ് റിഫോം പീരീഡ് എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അതിൽ പ്രീ റിഫോം പീരീഡിൽ 3 പീരിയഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആ 3 ക്ലാസിഫിക്കേഷൻസ് 3 പീരീഡായിട്ട് ക്ലാസിഫൈ ചെയ്തത്, പീരീഡ് 1 എന്ന് പറയുന്നത് 1956 മുതൽ 76 വരെയുള്ള കാലയളവ്. ദെൻ പീരീഡ് 2 എന്ന് പറയുന്നത് 76 മുതൽ 80 വരെയുള്ള കാലയളവ്. ദെൻ പീരീഡ് 3 എന്ന് പറയുന്നത് 80 മുതൽ 91 വരെയുള്ള കാലയളവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പീരീഡ് എന്താണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. പീരീഡ് 1 ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വളരെയധികം ഡെഫിസിറ്റ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസീസൊക്കെ സെക്കൻഡ് പ്ലാൻ പീരീഡും തേർഡ് പ്ലാൻ പീരീഡും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസ് എമേർജ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു. ഈ സെക്കൻഡ് പ്ലാനിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ കൂടുതലായിട്ട് ഇമ്പോർട്ട്സുകൾ, മെഷീനറീസും ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നു, ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡെഫിസിറ്റ് ഏൺ ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചു, ഡെഫിസിറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പീരിയഡ് 2. ഈ ഒരു പ്രീ റിഫോം പീരീഡിൽ പീരിയഡ് 2 എന്ന് പറയുന്നത്, ഈ പീരിയഡ് 2 വരുന്നത് 1976 മുതൽ 80 വരെയുള്ള ഒരു 4 വർഷ കാലയളവാണ് പീരിയഡ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പീരീഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗോൾഡൻ പീരീഡ്. ഓക്കെ, ഈ ഒരു 76 മുതൽ 80 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 4 വർഷ പീരീഡിൽ എന്താണ്, ഇറ്റ് ഈസ് ഗോൾഡൻ പീരീഡ്. ഗോൾഡൻ പീരീഡ് എന്ന് പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാര്യമായിട്ടുള്ള ഒരു സർപ്ലസ് ഈ ഒരു ടൈം പീരീഡിൽ കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇന്ത്യ ഹാഡ് എ സ്മോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഓഫ് 0.6% ഡ്യൂറിങ് ദ പീരീഡ് ആൻഡ് foreign exchange reserves equivalent to 7 months import. കംഫർട്ടബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡ്യൂ ടു ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ സ്മോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ്, അതായത് ഈ ഒരു 76-80 കാലയളവിൽ ചെറിയൊരു സർപ്ലസ്, അതുവരെ ഡെഫിസിറ്റായിട്ട് നിലനിന്നിരുന്ന കറണ്ട് അക്കൗണ്ടിൽ ഒരു സർപ്ലസ് 0.6% സർപ്ലസ് ഉണ്ടായി. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഈക്വൽ ടു 7 months ഇമ്പോർട്ട്. ഓക്കെ, അത് അപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലൊക്കെ വർധനവുണ്ടാകുന്നൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു 76-80 എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ ഈ ഒരു കംഫർട്ടബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലേക്ക് ഇന്ത്യ ഈ ഒരു പീരീഡിൽ എത്താനുണ്ടായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്, ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദി പ്രൈവറ്റ് റെമിറ്റൻസസ് ഫ്രം ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ദെൻ ഇതിൽ പറയുന്നതാണ്, എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ടെമ്പറലി മൈഗ്രേറ്റഡ് ടു ദ ഓയിൽ റിച്ചർ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ടു വർക്ക് thereas. Then unskilled workers, skilled technicians, office assistants and nurses etc. They send their net earnings to their families in India. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഈ ഓയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുറേയധികം ആളുകൾ എന്താണ് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു ഇത്. അപ്പോൾ ഫോറിൻ ഏർണിങ്സ് വർദ്ധിക്കുന്നതൊക്കെ ഇതിന് കാരണമായി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്, അല്ലെങ്കിൽ ഇത് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടിൽ സർപ്ലസ് ഉണ്ടാകുന്നതിന് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ദെൻ ദർ വാസ് എ സ്ട്രോങ് ഗ്രോത്ത് ഓഫ് എക്സ്പോർട്സ് നിയർലി 31% ഡ്യൂറിങ് ദിസ് പീരിയഡ് 74 to 76. 1974-76 കാലയളവിൽ ഒരു എക്സ്പോർട്ട് ഏണിങ്സ്, നമ്മളുടെ ഇന്ത്യയുടെ എക്സ്പോർട്സ് 31% വർധനവ് അവിടെ ഉണ്ടായി. അപ്പോൾ അതും എന്താണ്, ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് സംഭവിച്ചത്. ദർ വാസ് എ സബ്സ്റ്റാൻഷ്യൽ എക്സ്പാൻഷൻ ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ ഫേംസ് in the oil exporting Middle East countries. Indian firms were building roads, airport, housing estates,
പവർ സ്റ്റേഷൻസ് ആൻഡ് സ്റ്റീൽ മൈൽസ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടന്നു. അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ഓയിൽ പെട്രോളിയം പ്രൊഡക്ട്സും പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസുമായിട്ടുള്ള കുറച്ച് എന്താണ് ട്രേഡ് റിലേഷൻസൊക്കെ നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യൻ ഫേംസ് ധാരാളമായിട്ട് റോഡുകൾ, എയർപോർട്ട്, ഹൗസിംഗ് എസ്റ്റേറ്റ് ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഈ ഒരു പീരീഡിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഔട്ട്പുട്ടിൽ വർധനവുണ്ടാവുകയും ഔട്ട്പുട്ടിൻ്റെ വർധനവിന് അനുസൃതമായിട്ട് എന്താണ് എക്സ്പോർട്ടിൽ വർധനവുണ്ടാവുന്നതും കാണാൻ സാധിച്ചു. ഓക്കെ, 7 റെസിപ്റ്റ്സ് വെയർ റീസണബിളി ബോയ്ക്കോട്ട് ആൻഡ് ഇന്ത്യ ഡ്രൂ വേരിയസ് IMF ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദ ഇയർ 1973 to 76. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ എയ്ഡ്സുകളൊക്കെ റെസിപ്റ്റ്സ് അവിടെ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ കുറേയൊക്കെ എന്താണ് ഇല്ലാതെയാക്കാനായിട്ട് അതൊക്കെ അതായത് നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ എയ്ഡുകൾ സ്വീകരിക്കുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ഇന്ത്യ ഡ്രൂ വേരിയസ് IMF ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദ ഇയർ 1973 ആൻഡ് 76. അപ്പോൾ ഈ ഒരു കാലയളവിൽ IMFൽ നിന്നുള്ള കൂടുതൽ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫിനാൻഷ്യൽ സപ്പോർട്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലൊരു സർപ്ലസ് പീരീഡാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മളൊരു ഗോൾഡൻ പീരീഡായിട്ട് കണക്കാക്കുന്നത്. Then the period 3, that is 1980-81 to 1990-91, 80-81 മുതൽ 90-91 വരെയുള്ള ഒരു കാലഘട്ടം, പീരീഡ് 3. The period covering roughly the 6th plan and the 7th plan. ഓക്കെ, 6th പ്ലാനും 7th പ്ലാനും കവർ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു ഈ ഒരു പീരീഡ് 3 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കുറേയധികം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിഫിക്കൽട്ടീസ് നേരിടുന്നതായിട്ട് ഈ ഒരു പീരീഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കുറേയധികം ഡിഫിക്കൽട്ടീസ് നേരിട്ടൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. During the first 4 years of 6th plan, the deficit of imbalance of trade was around 6,000 crore per annum. In the last year plan, this shot up to 6,721 crore. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ആദ്യത്തെ 4 വർഷ കാലയളവിൽ എന്താണ് ഒരു ഏകദേശം 6,000 കോടി രൂപയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യ നേരിട്ടു. Then in the last year plan it is shot up to 6,721. അപ്പോൾ ഈ ഒരു ഡെഫിസിറ്റിൽ വർധനവാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. The trade deficit in the first 3 years of 7th plan, that is 85 to 86, 87, 88, exceeded 9,000 crore per annum. ഓക്കെ, അപ്പോൾ 7th പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഡെഫിസിറ്റ് വീണ്ടും ഉയരുക ചെയ്തത്. ഓക്കെ, 9,000 crore ആയിട്ട് അത് വർദ്ധിച്ചു. ആൻഡ് ഇൻ ദ 4th and 5th years 88 to 89-90 exceeded 12,000 crore per year. ഓക്കെ, 12,000 കോടി രൂപയുടെ ഡെഫിസിറ്റ് നേടുന്നതായിട്ട് ഈ ഒരു പ്ലാൻ പീരീഡിൽ കാണാൻ സാധിച്ചു. ഓക്കെ, ഇൻ 1990-91 the deficit touched astronomical figure of rupees 60,934 crore. ഓക്കെ, 90-91 എത്തിയപ്പോഴേക്കും എന്താണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 16,934 ആ ഡെഫിസിറ്റിൽ വർധനവുണ്ടായി. ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് സോൾഡ് ടു rupees 17,369 crore. ഓക്കെ, അതേപോലെ തന്നെ എന്താ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 17,369 കോടിയായിട്ട് വർധനവുണ്ടായി. അപ്പോൾ ഈ ഒരു തേർഡ് പ്ലാൻ പീരീഡിൽ കുറേയധികം ഡിഫിക്കൽട്ടീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നേരിടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ഒരു തേർഡ് പ്ലാൻ പീരീഡിൽ അത്ര നല്ല ഒരു സിറ്റുവേഷൻ അല്ല ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഈ 3 പ്ലാൻ പീരീഡുകൾ കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അതായത് പ്രീ റിഫോമിൽ വരുന്ന 3 പീരീഡുകളിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ട്രെൻഡുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ റിഫോം എന്തൊക്കെയാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.